നിർബൻ ഇവിടെ എൽ ഡി എഫ് നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയ അടിത്തറ ശക്തമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പല്ല കേരളത്തിലാകെയുള്ള രാഷ്ട്രീയ സാഹചര്യം. പക്ഷേ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ മാത്രമായി എടുത്ത് വിലയിരുത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണി, കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സുകളിൽ മുറിവേൽപ്പിക്കുന്നത്? 4 വോട്ടിന് വേണ്ടി, അതായത് ഒരു 700 വോട്ട് കുറയുക മാത്രമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചെയ്തത്. നേരത്തെ പറയുന്ന പോലെ 4 വോട്ടിന് വേണ്ടി ഏത് വർഗീയവാദിയുടെയും തിണ്ണനിറങ്ങാൻ പോകുന്നയാളാണ് സതീശൻ എന്ന് ബോധ്യപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ്. മാത്രവുമല്ല, അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ ചില സൂചനകൾ കൂടിയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ എടുക്കാൻ പോകുന്ന നിലപാട് എന്താണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അതായത് വർഗീയതയല്ലാതെ യു ഡി എഫിന് നിലനിൽക്കാൻ കഴിയില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അത് ജമാഅത്തെ ഇസ്ലാമി ആയാലും RSS ആയാലും SDP ആയാലും എല്ലാവരുമായും കൂടി നിന്നുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നേരിടൽ രാഷ്ട്രീയമല്ല ഉയർന്നു വരുന്നത്. സിജു, ഒരു കാര്യം വ്യക്തമാണ്. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF എടുക്കുന്ന തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി എന്തായിരിക്കും എന്ന കാര്യം വ്യക്തമാക്കുന്നതാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ്. അവർ എടുക്കാൻ പോകുന്നത് ഈ വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടിട്ടുള്ള ഭൂരിപക്ഷ വർഗീയതയും ഒപ്പം തന്നെ ന്യൂനപക്ഷ മത രാഷ്ട്രവാദം ഉന്നയിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന വർഗീയ കക്ഷികളെയും കൂടെ കൂട്ടി തെരഞ്ഞെടുപ്പിൽ എങ്ങനെ തരത്തിൽ നേട്ടമുണ്ടാക്കാം എന്നതൊരു ശ്രമമാണ്. അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാശക്കൊട്ടാണ് നിലമ്പൂരിൽ കണ്ടത്. ഒരു കാര്യം ഉറപ്പാണ്, നിലമ്പൂർ നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ UDFൻ്റെ വലിയ തരത്തിൽ അടിത്തറയുള്ള മണ്ഡലമാണ്. എങ്ങനെയാണ് നമ്മൾ നിലമ്പൂർ പിടിച്ചത്? പുറത്തു നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥി 15,000-ഓളം വോട്ട് കൊണ്ടുവന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ വോട്ട്, ആ സ്പേസ് ഇല്ലാതെ മത്സരിക്കുമ്പോഴും രാഷ്ട്രീയ അടിത്തറ ഉറപ്പിച്ച് തന്നെ നിലമ്പൂരിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി M. സ്വരാജ് നിലനിർത്തിയിട്ടുണ്ട്. VD സതീശൻ അതൊരു സർക്കാർ വിരുദ്ധ നിലപാടാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞാൽ പോലും ലീഗോ മുതിർന്ന കോൺഗ്രസ് നേതാക്കളോ അങ്ങനെ ഒരു വിലയിരുത്തലില്ല. നമ്മൾ ആഭ്യന്തരമായി അത്തരം നേതാക്കളുമായി പോലും അഭിപ്രായം ആരായുമ്പോൾ അവർ പറയുന്നുണ്ട്, ഒരു സർക്കസ് ക്യാമ്പ് പൊളിച്ചുകൊണ്ട് പോയി കെട്ടി ടെൻ്റടിച്ച് അവിടെ നടത്തുന്ന ഒരു പ്രവർത്തനം പോലെയാണ് എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും UDF നടത്തിയിട്ടുള്ളത്. UDFന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ അവർ ജയിക്കുകയും ചെയ്തു. എന്നാൽ ചേലക്കരയിൽ LDFന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ LDF നിലനിർത്തുകയും ചെയ്തു. അതിൻ്റെ ഒരു തുടർച്ചയാണ് നിലമ്പൂരും കണ്ടത്. അത് രാഷ്ട്രീയമായി വിലയിരുത്തുന്ന ആരും അത്തരം വിലയിരുത്തൽ നടത്തും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലീഗിൻ്റെ വല്ലാത്ത തരത്തിലുള്ള ആജ്ഞാശക്തി UDFനുള്ളിൽ ശക്തമാകുന്നുണ്ട്. അത് ലീഗിന് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ അവർക്ക് പൂർണ്ണമായി കോൺഗ്രസ്സിന് വഴങ്ങേണ്ടി വരും. കോൺഗ്രസ്സിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് എത്ര സീറ്റ് നേടാൻ കഴിയുമെന്ന് കോൺഗ്രസിൻ്റെ സംഘടനാ ശേഷി പരിശോധിച്ചാൽ അത് ഏറെക്കുറെ കാര്യങ്ങൾ വ്യക്തമാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം VD സതീശൻ ഉന്നയിക്കുന്നത് നിക്കക്കള്ളിയിലാണ്. നേരത്തെ VD സതീശൻ പ്രതിപക്ഷ നേതാവ് പദവിയിൽ വരുമ്പോൾ ആദ്യം നടത്തിയ വാർത്താ സമ്മേളനം ഒരു വർഗീയ കക്ഷിയുടെയും തിണ്ണനിറങ്ങാൻ താൻ പോകില്ല എന്നാണ്. പക്ഷേ മലപ്പുറത്ത്, പ്രത്യേകിച്ച് നിലമ്പൂരിൽ എന്ത് രാഷ്ട്രീയമാണ് തുടക്കം മുതൽ VD സതീശൻ ബോധപൂർവ്വം നടത്തിയത്? മലപ്പുറം വിരുദ്ധ പ്രസ്താവന നടത്തിയ LDF നേതാക്കൾ തുടർന്ന് നടത്തിയിട്ടുള്ള ഓരോ വിവാദ പരാമർശങ്ങൾ, മുഖ്യമന്ത്രി മലപ്പുറത്തെ ജനങ്ങൾ വഞ്ചിച്ചു എന്ന് പ്രസ്താവന നടത്തിയെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. അത്തരം ഒരു പ്രസംഗത്തിൽ ഒരു പരാമർശം പോലും മുഖ്യമന്ത്രി നടത്തിയില്ല. അങ്ങനെ തുടരെ ഈ വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ നടത്തി. അവസാനം ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകെട്ട് നടത്തി. SDP സ്ഥാനാർത്ഥി നിർത്തിയെങ്കിലും അവർ വോട്ട് പിടിച്ചില്ല. ആ വോട്ട് എങ്ങോട്ടാണ് പോയത്? ഇത്തരത്തിൽ പലതരത്തിലുള്ള വർഗീയ പ്രീണന സമീപനങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകാം. അങ്ങനെ ഒരു രാഷ്ട്രീയ ലാക്കാണ് VD സതീശൻ മുന്നോട്ട് വയ്ക്കുന്നത്. താൽക്കാലികമായി നിലമ്പൂരിൽ ഒരു കാര്യം വ്യക്തമാണ് സിജു, 7,000 വരെയുള്ള വോട്ട്, ഏകദേശം 2,500-3,000 വോട്ടിലേക്ക് UDF ചുരുങ്ങുമായിരുന്നു, ഭൂരിപക്ഷം ചുരുങ്ങുമായിരുന്നു എന്ന് UDF നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ ക്രെഡിറ്റ് ഉറപ്പായും ലീഗിനാണ്. ആ ലീഗ് എങ്ങനെയാണ് വോട്ട് കൊണ്ടുവന്ന് UDF പാളയത്തിലേക്ക് എത്തിച്ചത് എന്ന് നിലമ്പൂരിൽ അവസാനത്തെ 3 ദിവസം കണ്ടതാണ്.